90 കാലഘട്ടം പുസ്തകങ്ങൾ അടുക്കി വെച്ചിരുന്ന നാട്ടിൻപുറത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വായനശാലകൾ അതിന്റെ സർവ്വ പ്രൗഢിയോടെയും നിലനിന്നിരുന്ന കാലഘട്ടം. ഒരു നാടിന്റെ മുഖമുദ്ര തന്നെയായി മാറിയിരുന്നു പല വായനശാലകളും. ഇന്ന് മൊബൈലിന്റെയും സോഷ്യൽ മീഡിയയുടെയും കടന്നുവരവോടെ അന്യം നിന്നുപോയത് ഒരു കാലഘട്ടത്തിന്റെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് മഹത്തായ അടിത്തറ നൽകിയ ഇത്തരം വായനശാലകളായിരുന്നു. ഇന്നത്തെ തലമുറയ്ക്ക് ജൂൺ 19 വാട്സപ്പിലും ഫേസ്ബുക്കിലും സ്റ്റോറികൾ വെക്കാൻ മാത്രമുള്ള വെറും ഒരു വായനാ ദിനം. പക്ഷെ അറിയണം എന്താണ് ലോക വായനാ ദിനമെന്ന്, എങ്ങനെയാണ് നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിൽ കാണുന്ന വായനശാലകൾ ഉണ്ടായതെന്ന്. പുതുവായിൽ നാരായണ പണിക്കർ എന്ന PN പണിക്കരും സുഹൃത്തുക്കളും വീടുകൾ കയറി പുസ്തകങ്ങൾ ശേഖരിച്ച് ജന്മനാട്ടിൽ സനാതനധർമ്മം വായനശാല ആരംഭിച്ചാണ് ഗ്രന്ഥശാല പ്രസ്ഥാനം ആരംഭിക്കുന്നത്. കേരളത്തിലുടനീളം സഞ്ചരിച്ച് വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന് അദ്ദേഹം കുട്ടികളോട് ആഹ്വാനം ചെയ്തു. 1945 സെപ്റ്റംബറിൽ തിരുവിതാംകൂർ ഗ്രന്ഥശാല സമ്മേളനം സംഘടിപ്പിച്ചു. 1947 ഗ്രന്ഥശാല സംഘം രജിസ്റ്റർ ചെയ്തു. 1949 ജൂലൈയിൽ ഇതിന്റെ പേര് തിരുക്കൊച്ചി ഗ്രന്ഥശാല സംഘം എന്നാക്കി. 1958 കേരള ഗ്രന്ഥശാല സംഘമുണ്ടായി. ഗ്രന്ഥശാല ഇല്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിൽ ഉണ്ടാവരുതെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്തു. നിരക്ഷരതാ നിർമ്മാർജ്ജനത്തിനായി 1977 കേരള അനൗപചാരിക വിദ്യാഭ്യാസ വികസന സമിതിക്ക് അഥവാ കാൻഫഡ് എന്നറിയപ്പെടുന്ന കേരള നോൺ ഫോർമൽ എഡ്യൂക്കേഷന് രൂപം നൽകി. 1970 നവംബർ ഡിസംബർ മാസങ്ങളിൽ പാറശാല മുതൽ കാസർഗോഡ് വരെ പണിക്കരുടെ നേതൃത്വത്തിൽ കാൽനടയായി നടത്തിയ സാംസ്കാരിക ജാഥ കേരള ചരിത്രത്തിലെ പ്രധാന ഏടുകളിലൊന്നാണ്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നായിരുന്നു ജാഥയുടെ മുദ്രാവാക്യം. 1996 മുതൽ കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നു. ജൂൺ 19 മുതൽ 25 വരെയുള്ള ഒരാഴ്ച വായനാ വാരമായും കേരള വിദ്യാഭ്യാസ വകുപ്പ് ആചരിക്കുന്നു. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്ന PN പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19. കേരള സർക്കാർ 1996 മുതൽ അദ്ദേഹത്തിന്റെ ചരമദിനം വായനാ ദിനമായി ആചരിക്കുന്നു. പുസ്തകങ്ങളുടെയും അക്ഷരങ്ങളുടെയും ലോകത്ത് ജീവിച്ചിരുന്ന ഒരു തലമുറയെ അടച്ചിട്ട 4 ചുമരുകൾക്കുള്ളിൽ കയ്യിലെ 10 ഇഞ്ച് വലിപ്പത്തിലുള്ള മൊബൈലിലുള്ള ലോകത്ത് നിന്നും അക്ഷരങ്ങളുടെ വിശാലമായ ലോകത്തേക്ക് കൈപിടിച്ച് നടത്താൻ വായനശാലകൾ നിലനിൽക്കണം. ഇവിടെ കുഞ്ഞുണ്ണിമാഷിന്റെ വാക്കുകൾ ഓർമ്മിക്കപ്പെടണം. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും. എങ്കിൽ വായിച്ചു വളർന്നുകൂടെ?